അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ ഉള്ള നമ്പർ 106 ചെയ്യാൻ പോകുന്നത് തന്നെ 106 തന്നെ 106 തന്നെ ഓക്കെ. അപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് 4/9/2024 മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണി ആയിട്ടുണ്ട്. 6 to 10 വർക്കിംഗ് സമയം. ആദ്യത്തെ അരമണിക്കൂർ ആയിട്ടുണ്ട്, ഓർഡർ അടിച്ചില്ല. അപ്പോൾ എപ്പോഴും പോലെ നേരെ പൂജപ്പുര മെയിനോട് പോവാം. അവിടെ നിന്ന് അടുത്ത ഓർഡർ അടിച്ചില്ലല്ലോ, ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോവാം അല്ലേ? പറയാനില്ലോ. അപ്പോൾ തിരുവോണം എടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയാറുണ്ട്, പൈസ സമ്പാദിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജോലിക്ക് പോയിട്ടാ. അപ്പാ പക്ഷേ എന്ത് വേണം? ഓണപ്പാട്ടാ? പാട്ട് പാട്ട് നോക്കട്ടെ. പാട് ബാക്കി ഡാൻസ് നീ പാട്ട്. സൂപ്പർ. ഇതാ ഓണത്തുമ്പി പൂത്തുമ്പി പൂവാലത്തുമ്പി പൂക്കളെ വയ്ക്കാൻ പൂക്കളം ഒരുക്കാൻ. ശരി ഓക്കെ, സമയം. നല്ല പാട്ട്, സൂപ്പറായി കേട്ടാ, പാട്ട് അടിപൊളിയാണ്. ഫുൾ പാട്ട് പഠിച്ച് നല്ല പോലെ അടുത്ത വർഷം പാടിക്കണം. പുതിയ ഷൂ വാങ്ങിച്ചാ കാണി വൈശൂട്ടി പുതിയ ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. ക്രോക്സ് ആണ് ഇത്, ചപ്പലാണ്, ഷൂ അല്ല. ഇപ്പോൾ അങ്ങനെ ഉണ്ട്, പിങ്ക് കളർ. അപ്പോൾ എനിക്കൊരു വാങ്ങിച്ചത് ക്രോക്സ്, അത് വലുതായി പോയി വാങ്ങിച്ചത്. ഇത് എന്റെ ഷൂ ആണ്, ഇത് കുറച്ച് വലുതായിരിക്കണം. ഇത് അവിടെ വെച്ച് ഇട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോൾ ലൂസ് ആയിരിക്കണം. അപ്പോൾ എന്തായാലും കൊടുത്തിട്ട് മാറ്റി വേറെ ഒരെണ്ണം വാങ്ങിക്കണം, ചെറിയ സൈസ്. ഇത് സൈസ് 10 ആണ്, ഇപ്പോൾ 9 വാങ്ങിച്ചേക്കാം. അപ്പോൾ ഓക്കെ പോന്നാ ഡയലോഗ് പറ. അടിച്ചു പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. ഇപ്പൊ ലൈവ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. പറ. അപ്പോൾ ഞാൻ റെഡി, ബൈക്ക് റെഡി, നമ്മളെ സൊമാറ്റോ ബാഗ് റെഡി. ടാറ്റാ ബൈ ബൈ, സീ യു. കുപ്പിയിൽ വെള്ളം ഉണ്ടാ? ഓക്കെ. അപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. അപ്പോൾ സമയം 6:30 മണി കഴിഞ്ഞ് 6:45. ഓക്കെ പോയിട്ടാ, പെട്ടെന്ന് ഓടിയിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം, 100 കാര്യങ്ങളുണ്ട്. പോയിട്ട് സൂക്ഷിച്ചു പോവാം. ടാറ്റാ ബൈ ബൈ, സീ യു. ഇപ്പോൾ പോന്നാ. ഓ പിള്ളക്ക് വെങ്കട്ടി സൂലമ്പക്ക് സത്തട്ടോ കാണകട്ടോ ഡത്തട്ടോ കാണ കഴിവാൻ വരുമോ. കാണാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. പാട്ട് നോക്കല്ലേ, സംഭവം ഒന്നും മനസ്സിലാവുള്ള പാട്ട് സൂപ്പറായിരുന്നു. ഈ പാട്ടിന് മലയാളമോ തമിഴോ ഡബിങ് ഒന്ന് കൊള്ളാൻ സൂപ്പറായി. ഓഹോ, കണ്ണിനകത്ത് വീണ് എപ്പം നോക്കിയാലും എനിക്കിന്നേ വരി സാധനം കണ്ണിനകത്ത് വീണത്. എന്താണ് ഇത്, വണ്ടാ? ഷോ കഷ്ടം. കറക്റ്റ് എൻ്റെ കണ്ണിലേ വീഴും. ഇവിടെ നിന്ന് പറഞ്ഞോ സാധനം ദിവസം ഓരോന്ന് വീഴാണ്. ഇപ്പോൾ ഇത് എടുക്കാൻ തന്നെ 1/2 മണിക്കൂറാവും. ഇന്ന് കുഴപ്പമില്ല, പെട്ടെന്ന് എടുത്ത്. പോവാം, കമോൺ. വേറെ വിഷയമൊന്നുമില്ല. ഇന്നൊരു ഉഷാറില്ല, സത്യം പറയില്ല. ഒരു വൈബ് എത്ര പോരാ, എന്തോ ഒരുമാതിരി ടയർഡായിരിക്കും. എന്നമ്മാ കണ്ണ് സൗഖ്യമാ, എന്തോ സൗഖ്യം. ഓർഡർ അടിക്കലൊന്നും അടിക്കില്ല, എപ്പോഴും പോലെ ജഗതി വഴുതക്കാട് ബേക്കറി സ്റ്റേഷൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓർഡർ അടിക്കണമെന്നുണ്ടെങ്കിൽ ലോട്ടറി അടിക്കുമ്പോഴായിപ്പോയി. പെട്രോൾ അടിച്ചിട്ട് പോയാൽ 100 രൂപയ്ക്ക്. 100 രൂപയ്ക്കാ? ഓക്കെ, ഇങ്ങനെ ഐശ്വര്യമായിട്ട് 100 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പിള്ളക്ക വെങ്കട്ടി ടാങ്ക് ടക്കു ടാക്കിട്ടാ. നമ്മളങ്ങനെ സംസം പാളയത്തിനുണ്ട്. ഓർഡർ അടിക്കില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര ഡിലേ ആവണല്ലോ, എന്ത് ചെയ്യാൻ, ഇവിടെ പോയി നിൽക്കാം. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഓർഡർ അടിച്ച് ഇങ്ങനെയൊക്കെ സംസം പാളയം. ഓക്കെ, റെഡി ആയാലും 3 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. ഓക്കെ റെഡിയായി, പോയി എടുക്കാം. ഒന്ന് ഉഷാറാവും സുധീഷേ, എല്ലാം ശരിയാവും. ഓർഡർ അടിച്ചില്ല, എനിക്ക് കുഴപ്പമില്ല. 7690. ഓക്കെ, നമ്മളങ്ങനെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് പിക്ഡ് കോഡ്. ഒരു ഓർഡർ അടിക്കാൻ 1 മണിക്കൂർ. ഓക്കെ പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ DP ആണ്. ഇവിടെ 2.6 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം നാൻ, റുമാലി റൊട്ടി, ബട്ടർ റൊട്ടി, ചില്ലി ചിക്കൻ ആൻഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നാളെയാണ് ഗോട്ട് സിനിമ റിലീസ് ആവുന്നത്. അപ്പോൾ എനിക്ക് വൈഫിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ചയാണ് പോകുന്നത് 7 മണിക്ക് ഏരിയസ് പ്ലക്സിലാണ്. നല്ല വലിയ സ്ക്രീൻ, സൂപ്പർ സൗണ്ട്, വേറെ എന്ത് വേണം അല്ലേ. ഇവിടുന്ന് കളിപ്പാ സംഭവം. ആൾ കുടിക്കണം, ആക്സിഡൻ്റ് ആയാ? വണ്ടി ഇടിച്ചാ? അടിച്ച് ഫിറ്റാണെന്ന് തോന്നുന്നു. ഫിറ്റാണോ എന്തോ ഒരു പ്രശ്നം അവിടെ ഇരിക്കുന്നു. എന്താണ് സംഭവം അവിടെ ഒന്നും അറിയാതെ പറയാനും പാടില്ലല്ലേ. ശരി, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ വീക്കെൻഡ് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനും വൈഫ് വൈശൂട്ടിയായിട്ട് സിനിമയ്ക്ക് പോകുന്നു. ഗോട്ട് സിനിമ കാണാൻ അത്ര തന്നെ. അപ്പോൾ പടത്തിൻ്റെ റിവ്യൂ നോക്കിയാൽ നാളെ അറിയാൻ പറ്റും പടം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ദൈവമേ, പടം നല്ലപോലെ ഓടണേ. അപ്പോൾ എന്തായാലും പടം നല്ലപോലെ ഹിറ്റാവണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നമ്മളിങ്ങനെ DP ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്, വഴുതക്കാട്. ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഏത് ഫ്ലാറ്റ് ഇത്? കോർഡൺ വിസ്ത ഫ്ലാറ്റ്. ബൈക്ക് എവിടെ വയ്ക്കേണ്ടത്? ബൈക്ക് എവിടെ വയ്ക്കണം? ഇവിടെ വയ്ക്കാമല്ലോ. ഫ്ലാറ്റ് നമ്പർ 9B വിളിച്ച് പറഞ്ഞ കേട്ടാ. 9B. അപ്പോൾ ഞാൻ പോട്ടാ. ഓക്കെ, എന്നാൽ മെസ്സേജ് അയച്ചേക്കാം. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്.
അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് ഡെലിവറി ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. പോന്നാ സെക്യൂരിറ്റി പറഞ്ഞ് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. ശരി കുഴപ്പമില്ല, വിളിച്ച് പറയണ്ട. അപ്പോൾ അവർക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അടുത്ത ഓർഡർ വെച്ചിട്ടുണ്ട്. മദർ വെജ് പ്ലസ്സാ, സൂപ്പർ. ഇങ്ങനെ ഓർഡർ അടിച്ചുകൊണ്ടിരിക്കണം നിൽക്കാതെ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 32.70. ഓക്കെ, അപ്പോൾ നേരെ പോവാം. കമോൺ ഗൈസ്. ഇടിച്ചാ വോയിസ് ഇടാ വെടിച്ചാ അണ്ണാ പതുക്കെ പോണ ജീപ്പണ്ണ. സത്തം കേൾക്കാതെ വിസിൽ പോടാ. ഓ, ഇങ്ങനെ 2 കാറൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ നാളെ തന്നെ സിനിമ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഭയങ്കര കൊതിയാണ് കാണാൻ. ഓരോ ട്രെയിലറും പാട്ട് കേൾക്കുമ്പോഴേ ഇതാണല്ലേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്ന സുഖം വേറെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാതായി പോയി. ശരി, പറഞ്ഞ കാര്യമില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് വാട്സാപ്പ് സ്റ്റാറ്റസിലോ ഇൻസ്റ്റാഗ്രാം റീൽസിലോ ഈ ഗോട്ട് സിനിമയുടെ ഒന്നും കാണാൻ പാടില്ല. ഒരു സീനോ പാട്ടോ ഒന്നും കാണാൻ പാടില്ല. ഫ്രഷ് ആയിട്ട് പോയി കാണണം. ഇല്ലെങ്കിൽ എല്ലാം ഓപ്പണായി പോകും. വില്ല ആരാണ്, ഇതിൽ 2 വിജയ് എങ്ങനെയാണ് പറഞ്ഞത്, ടൈറ്റിൽ എങ്ങനെയാണ്, സത്യം പറഞ്ഞാൽ വിജയുടെ പടം കാണുന്ന ഫീൽ വേറെയാണ് അല്ലേ. അങ്ങനെ മദർ വെജ് പ്ലസ് എത്തിയിട്ടുണ്ട്. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യാന്നാ. റീച്ച് ലൊക്കേഷൻ റെഡിയായ ഇല്ല, 2 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. ബാപ്പ എടുക്കാം. 2104 എടുക്കുകയാണേ. ഓക്കെ, സെക്കൻഡ് ഓർഡർ പിക്ഡ് കോഡ് പിക്ഡ്. കമോൺ ക്വിക്ക്. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 7:50 ആയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പരുത്തിപ്പാറയാണ്. ഇവിടെ 7.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് 2 മസാല ദോശയാണ്. കഴിഞ്ഞ ഏതോ ഷോർട്സ് വീഡിയോക്ക് ഒരു കമൻറ്റ് എന്തായിരുന്നു? ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു: പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. മനസ്സിലായോ? ഇതുപോലൊരു 4-5 കമൻറ്റ് ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ റിമൂവ് കളഞ്ഞ്. കാരണം അവരൊക്കെ ഭയങ്കര പഠിച്ച് ഇപ്പോൾ IAS ആയി നിൽക്കുകയല്ലേ. എനിക്കൊരു ഡൗട്ട്, അതായത് നല്ല പഠിത്തമുണ്ടെങ്കിൽ ഈ ജോലിക്ക് വരാൻ പാടില്ലേ? അങ്ങനെ ഉണ്ടോ? ആർക്ക് വേണമെങ്കിൽ എന്ത് ജോലി വേണം ചെയ്യാം നമ്മുടെ നാട്ടിലല്ലേ. അത് പറയേണ്ട ആർക്കും അവകാശമില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാണ്, ആദ്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കറക്റ്റാണെന്ന് നോക്കുക ആദ്യം. മനസ്സിലായാലും ഇതൊരു നെഗറ്റീവ് കമൻറ്റാണ്, തള്ളിക്കളയായിരുന്നു. എന്നാലും ഒന്ന് പറയണം തോന്നി. ഇതുപോലെ കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അടുത്തവൻ അഡ്വൈസ് ചെയ്യണം, അടുത്തവനെ ഉപദേശിക്കണം, അടുത്തവൻ നന്നാക്കണമെന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ അവൻ നന്നാവില്ല ജീവിതത്തിൽ. അതായത് മറ്റുള്ള എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ അതിനെ ഉടനെ ഡീമോട്ടിവേഷൻ ചെയ്ത് ഈ പണിക്കൊന്നും പോവല്ല, നീ വേറെ പണി നോക്ക്, നിൻ്റെ അച്ഛനെ പഠിപ്പിച്ച് ഇങ്ങനെയാണ് അങ്ങനെയാണ് മണ്ണാങ്കട്ടയാണ്, അവൻ്റെ കഴിവനുസരിച്ച് അവൻ രക്ഷപ്പെട്ടോളും. അതിന് ആരും അഡ്വൈസ് ആവശ്യമൊന്നുമില്ല. നീ അഡ്വൈസ് ചെയ്യും, കുഴപ്പമില്ല. അത് പറയേണ്ട രീതിയുണ്ട്. മനസ്സിലായ? സത്യം പറയല്ലോ, കുറേ പേര് ഇങ്ങനെ പറഞ്ഞാണ് ചില ആൾക്കാരൊക്കെ ഒരു കാര്യം പുതിയ ട്രൈ ചെയ്യാതെ പേടിച്ച് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിച്ചോളായി. ഇപ്പോൾ പേടിക്കും, അയ്യോ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ലോസായി പോവോ, നമ്മുടെ ജീവിതം പാഴായി പോവോ, നമ്മളെ സമയം പോവോ എന്നൊക്കെ. അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരൊറ്റ ജീവിതത്തോട് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രൈ ചെയ്യണം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരേ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഫാമിലി നോക്കണം, ഒരു ഇൻകം തയ്യാറാക്കണം അതിന് വേണ്ടി. ഇപ്പോൾ എനിക്ക് യൂട്യൂബ് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ആദ്യമൊന്നും വരുമാനം ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സൈഡിൽ കൂടെ സമാന ജോലിക്ക് പോയായിരുന്നു. ജോലിക്ക് പോയിട്ട് ഒരു വരുമാനം ഉണ്ടാക്കി കുഴപ്പമില്ല, കാര്യം കഴിഞ്ഞ് പോയി. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്. മനസ്സിലായ? അപ്പോൾ ഇതെൻ്റെ ഒരു എയിമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു പാഷൻ കാണും. അപ്പോൾ നിങ്ങൾ ആ പാഷൻ ഫോളോ ചെയ്ത് പോകണം. പോകാതിരിക്കാൻ പാടില്ല. നിങ്ങളോട് ചെയ്യാൻ പറ്റും, വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കുറേ അവസരങ്ങളുണ്ട് നമ്മുടെ ലോകത്ത്. നമ്മൾ ഒരു കാലത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല. അവന്മാർ നന്നാവില്ല, അടുത്ത് നന്നാവാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ മറികടന്ന് പോകണതാണ് നമ്മളെ കഴിവ്. അവിടെ നമ്മൾ കഴിവ് കാണിക്കേണ്ടത്. ഹായ് സോണ, വണ്ടി അടിപൊളിയാണല്ലേ? അത് വണ്ടി സ്വിഗ്ഗിയിൽ പോകുന്ന നമ്മളാളാണ് കേട്ടോ. വണ്ടി നിൽക്കുക പോ. വ്ളോഗ് തന്നെ. വണ്ടി അടിപൊളിയായിരുന്നല്ലോ. എത്ര മൈലേജ്? ആഫ് ഉണ്ടല്ലേ? കൊള്ളാമല്ലോ. വണ്ടി അത് ഹോണ്ടര് ടൂറിംഗ് ബൈക്കാണോ? സൂപ്പർ അല്ലേ? പേരെന്താണ് പേര്? ഷാബിൻ. അപ്പം എന്തെങ്കിലും പറയണ്ട വ്ളോഗിനകത്ത്? ഇപ്പോൾ നമ്മൾ ഷാബിനാണ്, നമ്മൾ ആ വീഡിയോ കാണുന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ. LAPG ഗ്യാങ് അല്ലേ എന്ന് പറയാം. അത്ര ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ബൈക്ക് സൂപ്പർ കേട്ടോ, രക്ഷയില്ല. പുള്ളിയുടെ ടൂറിംഗ് ബൈക്കാണ്. CC എത്ര? 200 CC. ഓട്ടാന്നാ നോക്കി പോകണം കേട്ടല്ലോ. ഓക്കെ, ബൈ, സീ യു. അപ്പോൾ ഇവിടെ വെച്ച ഒരാളെ പരിചയപ്പെട്ടു. ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കാണും നമ്മൾ ആൾക്കാരൊക്കെ കണ്ട് അങ്ങനെ പോവാം. ഇപ്പോൾ LAPG ഗ്യാങ് ആൾ കൂടിയില്ല ഒരുപാട്. ഇപ്പോൾ എവിടെ പോയാലും ആരെങ്കിലും ഒരാൾ ഓടി വരും നമ്മളെ കാണാനായിട്ട്. കൊള്ളാം, സൂപ്പർ. വേറെ ലെവൽ സുധീഷ. ഇവിടെ നേരെ പോയിട്ട് ലെഫ്റ്റാ. ലൊക്കേഷൻ എത്ര ആയിട്ടുണ്ട്? ഇവിടെ നിന്ന് 150 മീറ്റർ ദൂരമേ ഉള്ളൂ. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണോ? GN 21A. ഓക്കെ, ഇവിടെ തന്നെ. റീച്ച് ലൊക്കേഷൻ. ഓക്കെ, ശരിയാണ്. പോന്നാ. ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വന്ന വഴി തിരിച്ച് പോവാം. നേരെ പട്ടം പോവാം. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 79 രൂപയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:10 ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇറാനി കുഴിമന്തി, നന്ദൻകോട്. നമ്മൾ നന്ദൻകോട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. റൈറ്റ്. ഇറാനി റെസ്റ്റോറൻറ്റ് കുഴിമന്തി. റീച്ച് ലൊക്കേഷൻ. റെഡി ആയില്ല, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. സംഭവം റെഡി വരില്ല. ഇപ്പോൾ ചോദിച്ചു നോക്കാം. ചിലപ്പോൾ റെഡി ആയി കാണും. 5420 ഓർഡർ പിക്ഡ്. ഏതാണ്? ഫ്രണ്ട്സ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഉണ്ടോ? മാപ്പിടെ കാണിക്കുന്നത് ഇവിടെ തന്നെ. ഇത് വന്നിട്ട് അപ്പുറത്ത് നേരെ പോയാൽ. ഓക്കെ, പോവാ. ഓക്കെ, മണി ഇപ്പോൾ 8:30 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഉള്ളൂരാണ്. ഇവിടെ 7.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പെരി അൽഫാമാണ്. തമിഴിൽ പറയുന്നുണ്ടെങ്കിൽ പെരി അൽഫാം.
ചുമ്മാ പറഞ്ഞത്. അതൊരു പേരാണ് പെരി പെരി അൽഫാം. അതിൻ്റെ കറക്റ്റായ മീനിങ് എന്താണെന്ന് പറഞ്ഞുകൂടാ. അത് വേണമെങ്കിൽ ഗൂഗിൾ പോയി നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഫാം ആയിട്ടാ. അതെല്ലാം പറഞ്ഞാൽ ആദ്യം തുടക്കം സ്റ്റാർട്ടിങ് ട്രബിൾ കാണും, പിന്നെ അങ്ങ് വ്ളോഗ് ചെയ്ത് വരുമ്പോൾ ഫാം ആയിക്കോളും. ഏതൊരു കാര്യം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ പെർഫോമൻസിൻ്റെ ഔട്ട്പുട്ട് വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തെങ്കിലും ഒരു ദിവസം നല്ല ഒരു ലെവലിലെത്തും. നമ്മളങ്ങനെ ഉള്ളൂർ പ്രശാന്ത് നഗരത്തിലുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് നേരെ പോയി 500 മീറ്റർ പോകണം. അത്ര തന്നെ. മാപ്പ് നോക്കിയാലോ എപ്പോഴേ. ഞാനാണ് മാപ്പ്. നിങ്ങൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയാമല്ലോ. ഓക്കെ, ഇവിടെ 850 മീറ്റർ ദൂരമുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ റൈറ്റാ. ഓക്കെ, ഇവിടെ 50 മീറ്റർ ദൂരമേ ഉള്ളൂ. വെൺമതി അവിടെയാണോ? ഓക്കെ അതാ. ഓക്കെ, വരാ റീച്ച് ലൊക്കേഷൻ. ഇവിടെ അന്ന. ഓക്കെ ശരി. ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, ഗേറ്റ് ക്ലോസ്ഡ്. മതിയല്ലോ. ഓക്കെ ശരി. ഒരു ചെറിയ സഹായം അത്ര തന്നെ. അതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 63.86 വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കറക്റ്റാക്കി നിൽക്കണം. അത് പറയുമ്പോഴും ഉഷാറാവണം. അതാണ് ആ ഡയലോഗിൻ്റെ പവർ. ഇപ്പോൾ ഈ ഡയലോഗ് കുറേ പേർ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് മെയിനായിട്ട് പറയുന്നത് കൊച്ചു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ അറിഞ്ഞത്. ചില സബ്സ്ക്രൈബേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോഴേ അവർ പറയും, അവരുടെ വീട്ടിലെ പിള്ളേർ ഈ ഡയലോഗ് പറയുന്നു, ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, വാ എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് സന്തോഷം പറയുമ്പോൾ ഇതിനപ്പുറം എന്ത് വേണം അല്ലേ ഒരു മനുഷ്യന്. നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ യൂട്യൂബിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കിട്ടുമ്പോഴേ അത് വേറെ ലെവൽ ഫീലാണ്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് റവന്യൂ വരും, അതെല്ലാ ജോലിക്കും അങ്ങനെ തന്നെ. പക്ഷേ ഈ ജോലിക്ക് അങ്ങനെയല്ല. റവന്യൂവിന് കൂടെ വേറെ സംഭവം കിട്ടുന്നുണ്ട്, ഒരുപാട് സ്നേഹങ്ങൾ, ബന്ധങ്ങളൊക്കെ. അതൊക്കെ ഒരു ഭാഗ്യമാണ് അറിയാമോ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് വാവ് മോമോ കേശവാസപുരത്തിലാണ്. അക്സെപ്റ്റ് ഓർഡർ കോഡ് എവിടെ? മാപ്പിട്ട് നോക്കട്ടെ. വാവ് മോമോ എവിടെയാണ്? നേരെ പോകണം. ഇങ്ങോട്ടാ ഇങ്ങോട്ട് പോകണം. റീച്ച്ഡ് വാവ് മോമോ. വാവ് റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ. റെഡി ആയില്ല, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ റെഡിയായി. ബാബാ എടുക്കാം. 3154 അത് തന്നെ. ഓക്കെ, ചിക്കൻ ഫ്രാൻ ഫ്രൈഡ്. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പുളിമൂടാണ്. ഇവിടെ നിന്ന് 4.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് ചിക്കൻ പാൻ ഫ്രൈഡ് മോമോയാണ്. ഇത് കൊടുത്തിരുമ്പോൾ 9:45 ആവുള്ളൂ. ബാക്കി 15 മിനിറ്റ് സമയമുണ്ട്. ആ 15 മിനിറ്റിൽ ഒരു ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 5 ഓർഡർ ആവും. അപ്പോൾ ഇൻസെൻറ്റീവ് അടിക്കും. ഇവിടെ എന്ത് പോലീസ് നിൽക്കണം, ചുമ്മാ നിൽക്കണമായിരിക്കും. രാത്രിയില്ലേ, പെട്രോളിംഗ് ആയിരിക്കും. ടാങ്കറിലാണ്. എവിടെ പോകണം എന്തോ. എങ്കേയും കാതൽ നമ്മളങ്ങനെ സ്റ്റാച്ചു എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. സെക്രട്ടേറിയറ്റിൻ്റെ ബാക്ക് വഴി പോകണം. ഇവിടുന്ന് റൈറ്റിലോട്ടല്ലേ. റൈറ്റ് കയറി നേരെ അങ്ങ് പോയാൽ മതി. ഒരു 500 മീറ്റർ. റോഡ് സൂപ്പറായിട്ടല്ലോ. ട്രാഫിക് എല്ലാം കുറഞ്ഞ്, വണ്ടികളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാം സൂപ്പറായിട്ട്. നൈറ്റ് റൈഡ്. ഗാന്ധാരി അമ്മൻ കോലത്തിട്ടുണ്ട്. റീച്ച് ലൊക്കേഷൻ. ഇതിൽ കാണിക്കുന്ന നമ്പർ ഡമ്മി നമ്പറാണ്, ഫേക്ക് നമ്പറാണ്. ആരും കമൻറ്റ് ചെയ്യാൻ വരല്. സൊമാറ്റോ ആണേ. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കോവിൽ നിൽക്കുകയാണ്. ഗാന്ധാരി അമ്മ കോവിൽ ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് കോവിൽ അടുത്ത് തന്നെ. സ്ട്രൈറ്റ് ആയിട്ടാ. എൻ്റെ ലെഫ്റ്റ് സൈഡ് കോവിലാണ്. അപ്പോൾ നേരെ പറഞ്ഞോ. ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്യണം, കട്ട് ചെയ്യണ്ടേ. ലെഫ്റ്റ് സൈഡ് കോവിൽ നേരെ വരാൻ പറഞ്ഞിരിക്കണം. നേരെ വന്നായിരുന്നു. ഇവിടെ ഹോട്ടൽ കണ്ടില്ല. താഴെ പറഞ്ഞോ. ഇറങ്ങി. നേരെ താഴെ പറഞ്ഞോ. മുകളിലോട്ടാ. അവിടെയാണ്. 1 മിനിറ്റ്. 1 മിനിറ്റ്. പറഞ്ഞു ഹോട്ടൽ കമ. ഫോൺ കേൾക്കാം അല്ലേ. ഇവിടെ ഹോട്ടൽ ഗമാസ്. ഓക്കെ ഈ കോവിലിൻ്റെ ഇവിടെയാണല്ലേ. ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു അപ്പുറത്ത്. ഓക്കെ, ഗൂഗിൾ പേ ആണോ? 284. ഓക്കെ ശരി എന്നാൽ പേഡ്. ഓക്കെ, അപ്പം ഐശ്വര്യമായിട്ട് ഓർഡർ ഡെലിവേർഡ്. കണ്ട പെണ്ണുങ്ങൾക്ക് അഡ്രസ്സ് പറയാൻ കറക്റ്റ് അറിഞ്ഞൂടെ. എല്ലാ പെണ്ണുങ്ങളിലും ചില പെണ്ണുങ്ങൾക്ക് സെൽഫി തുടങ്ങിയ. ഓക്കെ, സബ്മിറ്റ് സെൽഫി. ചില പെണ്ണുങ്ങൾക്ക് അഡ്രസ്സ് കറക്റ്റായിട്ട് പറയാനൂടാ. അവരത് മെൻറ്റാലിറ്റി എങ്ങനെയാണ്, അവർക്ക് കറക്റ്റായിട്ട് ലാൻഡ് മാർക്കും പറഞ്ഞ് അതെങ്ങനെ ലെഫ്റ്റ് പോകണം റൈറ്റ് പോകണം പറയാനൂടാ. അതിന് കുറേ അനുഭവമുണ്ട്, സത്യം പറയാലോ. കുറ്റം പറഞ്ഞല്ല, അതങ്ങനെയാണത്. അതായത് ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് കഴിവുകളാണ്. നമുക്ക് ചില മെമ്മറി പവർ ഒന്നും വർക്കാവില്ല അവരെ പോലെ. അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് നമ്പേഴ്സ് കളറൊക്കെ നല്ല വർക്കൗട്ട് ആവും, നമുക്ക് അതൊന്നും വർക്കൗട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പോകാൻ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തമ്പാനൂരാണ് പുളിമൂടാണ്. ശരി, അതെങ്ങനെ ആവട്ടെ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സംസം പാളയത്ത്. കോഡ് അക്സെപ്റ്റ്. ടിപ്പുണ്ട് 30 രൂപ. സൂപ്പർ, അത് കൊള്ളാലോ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 46.92 രൂപ. മണി ഇപ്പോൾ കറക്റ്റ് 9:45 ആയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ഓർഡർ. ഇത് കൊടുത്ത് നേരെ വീട്ടിൽ പോകാം. ഓക്കെ. കാതൽ 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 എൻ കണ്ണിൽ വരും കാതൽ എൻ നെഞ്ചുക്കുള്ളേ കാതൽ എൻ്റെ കാതൽ കാതൽ.
എന്താ കാതൽ കാതൽ എന്താ കാതൽ കാതൽ വരി അറിയണ തന്നെ എന്തൊക്കെ പറഞ്ഞോ. നമ്മൾ അഗൈൻ സംസം പാളയം എത്തിയിട്ടുണ്ട്. നമ്മൾ LAPG ഗ്യാങ്ങിലുള്ള കൈ കാണിച്ചപ്പോൾ LAPG വിസിൽ പോണ്ടേ. റീച്ച് ലൊക്കേഷൻ സെൽഫി. ചുമ്മാ സെൽഫി വെച്ചുകൊണ്ട് റെഡി ആയില്ല. 8 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. ഇത് റെഡി ആവാത്തത് വന്നിട്ട് 15 മിനിറ്റായി. ചോദിച്ചോട്ടാ ഇത് റെഡി ആയത്? ഇത് തന്നെ റെഡി ആവുന്നില്ല. ആഹാ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ ചെക്കഡ് ഓർഡർ. സംഭവം റെഡി നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല, റെഡി കൊടുത്തില്ല അവർ. കൊള്ളാം, ശരി കുഴപ്പമില്ല. ഇവിടെ മറന്നു പോയി കാണാം. മറന്നു പോയപ്പോൾ നമ്മളെ സമയം പോയി പോക്കണ്ട. അതെ കാണാറുണ്ടാ അയ്യോട് അടിപൊളി. നമ്മളെ ബൈക്കല്ലേ എഫ് സി, നമ്മളെ ബൈക്കല്ലേ സെയിം. ഓ ഇത് പുതിയ അടുത്ത മോഡൽ. കൊള്ളാം കൊള്ളാം. ബൈക്കിനോട് കുഴപ്പമില്ല. ഇപ്പം ലൈഫ് അടിച്ച് പൊളിക്കുന്ന കാഴ്ച പറ. അത്രേ ഉള്ളൂ. ആ കാണാറുണ്ടാ? അത് ഷോർട്സാ ലോങ് വാ? ലോങ് വീഡിയോ ആണ്. കാണുമല്ലേ അല്ലേ? ഓക്കെ സൊമാറ്റോ വ്ളോഗ് അല്ലേ? ഓക്കെ ഓക്കെ. വീട് എവിടെ? കോവളത്താ. ഓ ദൂരം കൂടുതലാണല്ലേ? പാർട്ട് ടൈം ആയിട്ട്. സൂപ്പർ, നല്ല കാര്യം. കുഴപ്പമില്ല. പോട്ടാ ബൈ. ശരി എന്നാ. ഓക്കെ പോന്നാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേട്ടയാണ്. ഇവിടെ 3.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് അൽഫാം ചിക്കൻ ഫുള്ളാണ്. മണി ഇപ്പോൾ കറക്റ്റ് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു റെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ കൊടുത്ത് അടുത്ത ഓർഡർ അടിക്കുമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഇൻസെൻറ്റീവ് കുറച്ച് കൂടുമായിരുന്നു. ശരി കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പോയി ചോദിക്കണമായിരുന്നു. നമ്മളെ മിസ്റ്റേക്കാണ്. സംഭവം ഇവിടെ റെഡി നോട്ടിഫിക്കേഷൻ കറക്റ്റായി വരും, പക്ഷേ ഇപ്രാവശ്യം വന്നില്ല. ഓക്കെ ലൊക്കേഷൻ എത്താറായി. ഇവിടെയാണ് മരുതം ഫ്ലാറ്റ് വരുന്നത്. മരുതം ഫ്ലാറ്റ് എവിടെ അത്? ഓക്കെ ഇത് തന്നെ മരുതം ഫ്ലാറ്റ്. ഇങ്ങോട്ടായിരിക്കണം. ഇങ്ങോട്ട് തന്നെ ഇത് തന്നെ ഇന്ന്. ഓക്കെ ഇങ്ങോട്ട് തന്നെ. എവിടെ സെക്യൂരിറ്റി കാണാനില്ല. സെക്യൂരിറ്റി ആണ് അവിടെ പോയി. ഓക്കെ ഇവിടെ ഉണ്ടോ? 9D. ആ പേര് ഡി തന്നെ. ഇവിടെ ചേട്ടാ ഓർഡർ ഡെലിവറി സെക്യൂരിറ്റി ആപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ നേരത്തെ വിളിച്ച്. ഓക്കെ നമ്മൾ സൊമാറ്റോ ആപ്പ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ നേരെ വീട്ടിൽ പോകാനേ ഇതുവഴി പോകലല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് വഴി ഔട്ട് ആണെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 58 രൂപ 58 പൈസയാണ്. ടിപ്പ് ഉൾപ്പെടെ. ടിപ്പ് 30 രൂപ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ ഓർഡർ ആണെന്ന് പറഞ്ഞാൽ 253 43 പൈസയാണ്. പ്ലസ് 30 രൂപ ടിപ്പ് ആൻഡ് പ്ലസ് ഇൻസെൻറ്റീവ് 75 രൂപയാണ്. മൊത്തം ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞത് 355 രൂപ 43 പൈസയാണ്. മണി ഇപ്പോൾ 10 ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകാം. നല്ല വിശക്കണ്. നേരെ പോയി ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങാം. അപ്പോൾ പെട്ടെന്ന് പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ആഹാ നൊസ്റ്റാളജി. ആ ഓക്കെ നമ്മൾ പൂജപ്പുര എത്തിയിട്ടുണ്ട്. വൈശൂട്ടിക്ക് പെൻസിൽ വാങ്ങാൻ പറഞ്ഞു. വൈശൂട്ടിക്ക് എക്സാം തുടങ്ങി. ഓണ പരീക്ഷ. പെൻസിലുണ്ടോ? അപ്സര പെൻസിൽ എത്ര? 3 പെൻസിലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. 18 അടുത്തുണ്ടേ. എന്തായാലും പറയണ്ടേ? ക്യാമറ നോക്കി ഒന്നും പറയാനില്ല. ക്യാമറ ഓണാണ്. അപ്പോൾ ഭയങ്കര നാണമാണ് പുള്ളിക്കാരന്. ശരി പിന്നെ പറയാം അല്ലേ? ഓക്കെ പോട്ടാ ബൈ. അപ്പോൾ നമ്മൾ ഡയലോഗ് പറയാം. ലൈഫ് അടിച്ച് പൊളിക്കാൻ കാശ് പറ. അത് പറ. ഒന്നും പറയില്ല. പോട്ടാ ഗുഡ് നൈറ്റ്. ഓക്കെ വേറെ വീട്ടിൽ പോകുന്ന വേറെ വിഷയമൊന്നുമില്ല. വേറെ ഒരു വിഷയം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഭയങ്കര നാണ കേട്ടോ. ഭയങ്കര നാണ. ഫസ്റ്റ് ടൈം അല്ലേ ക്യാമറ മുമ്പിൽ പറഞ്ഞത്. നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം അല്ലേ? പിന്നെയല്ലേ മാറിയത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ. ഓക്കെ ലൊക്കേഷൻ എത്തി. ലൊക്കേഷൻ നമ്മളെ വീടെത്തി എന്ന് പറ. വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. മേരി സാത്തോനെ തും മേരി സാത്തോനെ തും മേരി താത്തോനെ തും. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറഞ്ഞത് ഗോതമ്പ് ദോശ ആൻഡ് മുളക് പൊടിച്ചത്. മുളക് ഇടിച്ചത് എങ്ങനെ പറയാം? മുളക് ഇടിച്ചതാ പൊടിച്ചതാ? മുളക് ഇടിച്ചതല്ലേ? മുളക് ഇടിച്ച് പൊടിച്ചത് കഴിഞ്ഞ വർഷം. വാ ആദ്യം ഒരു വലിയ പീസ് ദോശ എടുക്കുക. എടുത്തതിന് ശേഷം ഈ മുളക് പൊടി എടുത്ത് ഇങ്ങനെ തടവണം. തടവി ജസ്റ്റ് ഒന്ന് കുറച്ച് എടുത്തിട്ട് ചുരുട്ടി മടക്കി ആക്കിയിട്ട് ആഹാ ചൂട് ദോശ. അതിനകത്ത് മുളക് പൊടിച്ചത്, അതിൻ്റെ എരിവ്, വെളുത്തുള്ളി ടേസ്റ്റ്, കറക്റ്റ് ഉപ്പ് എല്ലാം കൂടി കോമ്പിനേഷൻ കഴിക്കുമ്പോൾ സൂപ്പറായിരുന്നു. അടിപൊളി. ഇതാമത്തെ കാപ്പി. ഇപ്പോൾ ഇത് കഴിച്ചിട്ട് കുറച്ച് ഓട്സ് ഉണ്ട്, അതും കുടിച്ചിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് TV കണ്ടിട്ട് കിടന്നുറങ്ങണം. നാളെ രാവിലെ വൈശൂട്ടിയോട് സ്കൂളിൽ ആക്കണം. പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ വൈകിട്ട് സൊമാറ്റോ ജോലി. ഇതൊക്കെ തന്നെ. വേറൊന്നും പറയാനില്ല. അത്ര വേറൊന്നും പറയാനില്ലല്ലോ. പറയേണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാണിക്കേണ്ടെല്ലാം കാണിച്ചിട്ടുണ്ട്. കൊടുക്കേണ്ട ഓർഡറെല്ലാം കൊടുത്തിട്ടുണ്ട്. കഴിക്കേണ്ട ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. വാ 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 വാ.